സെൽഫ് ഡിസ്കവറിങ് ആണ് ലൈഫിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കാര്യം. ടഫസ്റ്റ് അല്ല, നമ്മൾ ഏറ്റവും ചെയ്യേണ്ട കാര്യം. അത് എത്രയും വേഗം ഡിസ്കവർ ആവണോ ആ മൊമെന്റ് മുതൽ ലവ് വാട്ട് യു ഡു ആൻഡ് ഡു വാട്ട് യു ലവ് എന്നുള്ള ആ പവിത്രമായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ. നമസ്കാരം, ഞാൻ സുമേഷ് യാതംകുളം. ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വരുന്നത് നമ്മുടെ ഇതിനു മുമ്പുള്ള വീഡിയോസിലേക്ക് 2-3 അകത്ത് ഫ്രൂഗൽ മൈൻഡ് സെറ്റിൽ ജീവിക്കുന്നു എന്ന് ഞാൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ ആളുകൾ പറഞ്ഞു ചെലവ് ചുരുക്കി ജീവിക്കുകയല്ല വേണ്ടത്, വരുമാനം കൂട്ടിയല്ലേ വേണ്ടതെന്നുള്ള കമൻസുകളൊക്കെ വന്നപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോയുമായിട്ട് വരുന്നത്. ഈ വീഡിയോൻ്റെ അകത്തെ കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ചെലവ് ചുരുക്കി ജീവിക്കുകയാണോ നല്ലത് അതോ വരുമാനം കൂട്ടി ജീവിക്കുകയാണോ നല്ലത് എന്നുള്ളതാണ് എൻ്റെ അത് ക്വസ്റ്റ്യൻ, റൈറ്റ്? ഇതിൻ്റെ അകത്ത് വളരെ ഓപ്പണായിട്ട് വേഗം മാറ്ററിലേക്ക് വരും. നമ്മുടെ ജീവിതത്തിൽ അത് ബിസിനസ്സുകാരായിക്കോട്ടെ, ഒരു ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ഗൾഫിൽ പോണവരായിക്കോട്ടെ, എന്ത് ചെയ്യുന്ന ആളുകളായിരിക്കും, സ്വയം തൊഴിലാണെങ്കിലും എംപ്ലോയിഡ് ആണെങ്കിലും ഒക്കെ, ഇതിൻ്റെ അകത്ത് ഒരു ഫണ്ടമെൻ്റൽ തിങ്ങേ ഉള്ളൂ. നമ്മൾക്കൊരു കാര്യം പ്രൂവായി വരുന്നത് വരെ ഏറ്റവും ചെലവ് ചുരുക്കി പോവുകയും പ്രൂവായി വന്ന് അത് സ്കെയിലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെലവ് കൂട്ടുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ടീമിൻ്റെ റിസർച്ച് ചെയ്ത് ഇതുവരെ മനസ്സിലായിട്ടുള്ള അഭിപ്രായം. അതിൻ്റെ അർത്ഥം പിന്നെ ആരെയും കുറേ ആൾക്കാർ കുറേ ചിലവാക്കണു, അങ്ങനെ ചിലവാക്കി ജീവിക്കണം എന്നാണ് അവരുടെ ആഗ്രഹമെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് യാതൊരു തർക്കമൊന്നുമില്ല. ബിക്കോസ് ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, ഇത് നമ്മളുടെ ഒരു നയവും ഒരു മെത്തേഡ് ഓഫ് ലിവിങ് ആണ്. ഈ മെത്തേഡ് ഓഫ് ലിവിങ്ങിൽ പോയാൽ കുറേയും കൂടി സ്ട്രെച്ചേർഡും സിമ്പിളും ആവും ലൈഫ്, വളരെ കാൽക്കുലേറ്റീവ് ആവും. നമുക്ക് കൂടുതൽ പ്രാവശ്യം ഫെയിലാവാനുള്ള ചാൻസ് കിട്ടും. ഫെയിലായാലും ഫണ്ടമെൻ്റലി അത് നമുക്ക് എവിടെയാണ് ഫെയിലായെന്നുള്ള മനസ്സിലാവും, മുന്നോട്ട് പോകാനുള്ള ഐഡിയ കൃത്യമായിട്ട് കിട്ടും. റൈറ്റ്? ക്ലിയർ ആയോ? അതായത് ഉയരാതെ ചെറിയ ചെലവ് നടത്തി ചവിട്ടാൻ നിൽക്കുമ്പോൾ നമ്മുടെ വീഴ്ചകൾക്ക് ആഘാതം കുറയുന്നത്. ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോയി, മനുഷ്യർ നമുക്കറിയാം, ഞാൻ ആ വീഡിയോയുമായിട്ട് അടുത്തത് വരുന്നുണ്ട്. നമ്മൾ ഇന്ന് ആളുകൾ മുഴുവൻ ഇവിടെ പഠിക്കുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ സ്കിൽസ് എന്താണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യണോ അതിനെ കമ്പയർ ചെയ്ത് നമ്മളും പഠിച്ചു പോവുക, അല്ലാതെ നമ്മുടെ സ്കിൽസ് എന്താണെന്ന് നമ്മൾ പലപ്പോഴും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും, നമ്മുടെ സ്കിൽസ് നമ്മൾ പുറത്തുള്ള ആൾക്കാരുടെ സ്കിൽസ് കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയി നമ്മൾ പോയിട്ട് ജോലി, മറ്റൊരാൾക്ക് ജോലി കിട്ടി അതേ ജോലിക്ക് നമ്മൾ പോയി പഠിച്ച് കയറുമ്പോഴായിരിക്കും മനസ്സിലാവുക ഈ ജോലി നമുക്ക് പറ്റിയതല്ല, സ്ട്രെസ് വരും നമുക്ക്. അപ്പോൾ നമ്മൾ വിഡ്രോ ചെയ്യുമ്പോഴേക്കും എന്താവും, ബാങ്ക് ലോൺ ഒക്കെ തിരിച്ചടയ്ക്കാൻ പറ്റാതെ ഉണ്ടെങ്കിൽ സ്ട്രെസ് വരും. അങ്ങനെ എത്രയോ ആളുകൾ ലോൺ എടുത്ത് പഠിച്ചതിന് ശേഷം ബുദ്ധിമുട്ടി ലോൺ അടയ്ക്കാൻ റീപേയ്മെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടി സ്ട്രെസ്സായി ജീവിതം അവതാളത്തിലാവുന്ന കുറേ ആൾ സ്ട്രെസ്സായിട്ട് ഗതികേട് കൊണ്ട് വർക്ക് ചെയ്ത് പോകുന്ന ആളുകൾ വളരെ ചുരുക്കം ആളുകൾ മാത്രം അത് കറക്റ്റായിട്ട് പോകുന്ന ആൾക്കാർ. അതായത് ഒരു ലോൺ എടുത്തു, ഒരു പഠനം പഠിച്ചു, അത് ഇഷ്ടമല്ലാന്ന് തോന്നിയിട്ട് അതിൽ നിന്ന് മാറി കറക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതായത് കടത്തിൻ്റെ ബാധ്യത കൊണ്ട്, പ്രഷർ കൊണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മുടെ പോളിസിയിൽ ഞങ്ങളുടെ ടീം റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ പോളിസി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഇനീഷ്യലി കടക്കാരനാവാതിരിക്കുക, നമ്മളെ കുറിച്ച് പഠിച്ച് ഇൻവെൻറ്റ് ചെയ്യുക, നമ്മൾ ആരാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് ഒരു പാർട്ട്. നമ്മുടെ ടെൻഡുൽക്കർ ഫുട്ബോൾ കളിക്കാൻ തീരുമാനിക്കുക, അല്ലെങ്കിൽ ബിസിനസ് തീരുമാനിച്ചിരുന്നുവെങ്കിൽ എന്താവും, നമുക്ക് ഇത്ര നല്ലൊരു ക്രിക്കറ്റ് ഇതിഹാസം നമുക്ക് നഷ്ടമായിട്ടുണ്ടാവില്ലേ? അതേപോലെ തന്നെ തിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ, അദ്ദേഹം ഒരു ക്രിക്കറ്റ് കളിക്കാരനാവാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്തായിട്ടുണ്ടാവും ഇവിടെ? ഇതുപോലെ നമ്മൾ ഓരോ ആളുകളും സത്യത്തിൽ മറ്റുള്ള നമ്മുടെ അടുത്തുള്ള ആളുകൾ, കുടുംബക്കാരെന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നാട്ടുകാരെന്ത് ചെയ്യണമെന്നോ ചിന്തിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ തൊഴിൽ പോലും കണ്ടെത്തുന്നത്. ആണോ അല്ലേ? നിങ്ങളൊന്ന് സെൽഫ് ഇവാലുവേറ്റ് നോക്കി. നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് നമ്മൾ ഒരു പക്ഷേ അപ്പുറത്തെ വീട്ടിലെ കുട്ടി അല്ലെങ്കിൽ നാട്ടിലെ കുട്ടികളെ കണ്ടിട്ടാണ്. അതല്ലാതെ ആ കുട്ടിയുടെ മനസ്സിൻ്റെ അകത്ത്, ആ കുട്ടിയുടെ DNA, അവരുടെ എന്താ പറയുക, ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ത് ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നോക്കിയിട്ട് ആവുന്നില്ല പലപ്പോഴും. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുക അത് നമുക്ക് നോക്കാൻ അറിയില്ല. ഇനി നമുക്കത് പഠിച്ചു വരണം. അതിൻ്റെ മാനേജ്മെൻറ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ അടുത്തത് പോകാൻ പോണത്. അതെങ്ങനെ ഒരാളുടെ സ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് 100% അതിൻ്റെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാലും മാക്സിമം എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ ആ ടോപ്പിക്കിലേക്കാണ് പോകണം. അടുത്ത വീഡിയോസിൽ അതുണ്ടാവും. എങ്ങനെ ഒരു കുട്ടിയെ അവരെന്ത് ചെയ്യണം, ഭാവിയിൽ എന്ത് ചെയ്യാൻ നന്നാവാൻ സാധ്യതയുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന മെത്തേഡ്സ്. ഈ കേസിൽ നമ്മൾ അങ്ങനെയല്ല പോയിരിക്കുന്നത്, നമുക്കൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ പോയിട്ട് ആദ്യം ഒരു കച്ചവടം ചെയ്യണമെന്നിരിക്കുക. നേരത്തെ പറഞ്ഞാൽ ജോലിക്ക് പോയി, ആ ജോലി അവർ ഇഷ്ടപ്പെടില്ല, സ്ട്രെസ്സായി. തിരിച്ചു വന്നാൽ അടുത്ത ജോലിക്ക് പോകണമെങ്കിൽ എന്ത് വേണം, സ്വാതന്ത്ര്യം വേണമെങ്കിൽ ലോണോ ആവശ്യമില്ലാതെ EMIs ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോഴല്ലേ നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ 2, 3 ജോബ്, 4, 5 ജോബുകൾ കഴിയുമ്പോഴായിരിക്കും നമുക്കൊരു പരിധി വരെ നമ്മളെ തന്നെ മനസ്സിലാവുക നമ്മുടെ സ്കിൽ എന്തിനാണ്, നമ്മൾ എന്തിൽ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റും. അത് ചുരുക്കത്തിൽ പറഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിൾ, അതിൻ്റെ ഫ്രേസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: ഡു വാട്ട് യു ലൈക്ക് ആൻഡ് ലൈക്ക് വാട്ട് യു ഡു, അല്ലെങ്കിൽ ഡു വാട്ട് യു ലവ് ആൻഡ് ലവ് വാട്ട് യു ഡു. ഇതിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ഇതൊരിക്കലും ഒരാൾക്ക് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിനെ കോപ്പി ചെയ്ത് പോകാൻ പറ്റില്ല. ഓരോ ആളുകളും വ്യത്യസ്തമാണ് നമ്മുടെ ലോകത്തിൽ. നമ്മൾക്കിവിടെ ഈ ലോകത്തിന് ഇല്ല മറ്റുള്ള ആളുകളെ സെർവ് ചെയ്യാൻ നമ്മളിൽ എന്തോ ഒന്ന് ഈ സൃഷ്ടാവ് നമ്മളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്.
അതെന്താണെന്ന് സെൽഫ് ഡിസ്കവറിങ് ആണ് ലൈഫിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കാര്യം. ടഫസ്റ്റ് അല്ല, നമ്മൾ ഏറ്റവും ചെയ്യേണ്ട കാര്യം. അത് എത്രയും വേഗം ഡിസ്കവർ ആവണോ ആ മൊമെന്റ് മുതൽ ലവ് വാട്ട് യു ഡു ആൻഡ് ഡു വാട്ട് യു ലവ് എന്നുള്ള ആ പവിത്രമായിട്ടുള്ള സ്ഥലത്ത് നമ്മളെത്തും. അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫ് പോണ ഒരു പോക്ക് വേറെ ആയിരിക്കും. ഞാനൊക്കെ അത് അനുഭവിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളായത് കൊണ്ട് പറയാം. എത്ര നേരം പണിയെടുത്താലും എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു ഇടയ്ക്ക്, നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു അഡീഷണൽ സമയം ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാം? അതായത് ഫ്രീ ആയിട്ട് സമയം കിട്ടി. അപ്പം ഞാൻ അയാളുടെ അടുത്ത് ചോദിച്ച ചോദ്യം ആത്മാർത്ഥമായിട്ടുള്ള ചോദ്യമാണ് ഞാൻ പറയുന്നത്. ഞാനിനി പണിയെടുക്കില്ലാലോ എന്നാണ് ഞാൻ അയാളുടെ ചോദിച്ചത്. പണിയെടുത്ത് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് സമയം കിട്ടിയല്ലേ വേറെ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഞാൻ എപ്പോഴും ഫ്രീ ആണെന്നായി, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഞാനത് എന്നും പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഗതികേടും കൊണ്ടാണ് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റി. ബിക്കോസ് ഞാനത്ര പഠിക്കുന്ന ഫസ്റ്റ് ബെഞ്ചറൊന്നും അല്ലാത്തതുകൊണ്ട്, എനിക്ക് ഇൻ്റർവ്യൂവിന് പോയി ജോലി കിട്ടാനുള്ള മാർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്, വെറും 10ാം ക്ലാസ്സും അത് കഴിഞ്ഞപ്പോൾ +2 കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയിട്ടുള്ളതുകൊണ്ട്, അത് മാത്രം ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് എനിക്ക് ജോബൊന്നും കിട്ടിയില്ല. ജോബൊന്നും ആരും തരില്ല. ബിക്കോസ് ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റും, ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റില്ല. ബിക്കോസ് അത്രയും ക്വാളിഫിക്കേഷൻ. പിന്നെ നമ്മൾക്ക് അറിയുന്ന ഒരു കച്ചവടം ചെറുതായിട്ട് ചെയ്യാൻ അറിയുമെന്ന് പറഞ്ഞു. അങ്ങനെ കച്ചവടത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് എക്സ്പാൻഡ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ DNA എനിക്ക് മാച്ചിങ് ബിസിനസ്സും അല്ല, സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പാണ്. അതായത് എൻ്റെ ചുറ്റുവട്ടം നിൽക്കുന്ന ആളുകൾ മുഴുവൻ, നമ്മളോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ മുഴുവൻ ഒരേ ലെവലിൽ ഉയരുമ്പോഴാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത്. ഉയരുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രോസ്പെരിറ്റി, സാമ്പത്തികമായിട്ട് വരും. ബിക്കോസ് എൻ്റെ മനസ്സിൻ്റെ അകത്തുള്ള ഒരു വ്യക്തിപരമായ തോട്ട് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ബേസ് ഒരാൾക്ക് വരുമ്പോഴാണ്, ഫിനാൻഷ്യൽ ഫ്രീഡം ഒരാൾക്ക് വരുമ്പോഴാണ് അയാൾക്ക് ബാക്കിയുള്ള എല്ലാ ഫ്രീഡവും റിയലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം കിട്ടുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിൻ്റെ അകത്ത് തോട്ട് പ്രോസസ്സും, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം റിസർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള ഒരു പൊസിഷൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അങ്ങനെ പൊസിഷൻ ചെയ്യുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ ഈ എവിടെയും ജോലി കിട്ടാത്തത് കൊണ്ട് അറിയാതെ അതിൻ്റെ ഉള്ളിൽ ഒന്ന് പെട്ടപ്പോഴാണ് എനിക്ക് എൻ്റെ DNA മനസ്സിലായത്. ഡു വാട്ട് വി ലവും ലവ് വാട്ട് വി ഡൂവും ആയി ചേർന്നു. ഇതുപോലെ നിങ്ങൾക്കൊക്കെ ആവണമെങ്കിൽ നേരത്തെ ലോണൊന്നും എടുക്കാതെ 3, 4, 5, 6, 7, 8, ചില ആൾക്കാർക്ക് 1, 2 തന്നെ കിട്ടും, ചില ആൾക്കാർക്ക് 10, 15 റിസർച്ച് ആക്കും. അപ്പോൾ അതിന് വീണ്ടും അടിക്കാനുള്ള സമയം കിട്ടണ്ടേ നമുക്ക്, റൈറ്റ്? അപ്പോൾ എന്ത് ചെയ്യണം? ചെറിയ പൈസയിൽ ചിലവാക്കാൻ വേണ്ടി അല്ലാണ്ട് കച്ചവടം നടക്കുക. ഇപ്പോൾ ബിസിനസ്, ഞാൻ ആദ്യം തുടങ്ങിയ ബിസിനസ്സുകൾ 2-3 നിർത്തി. അതായത് നമുക്ക് ലാഭമില്ല അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ നിർത്തേണ്ടി വന്നിട്ടുണ്ട്. ആ നിർത്തേണ്ടി വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ ഒരു പൈസ കൂടുതലുണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ചിലവാക്കി എൻ്റെ കയ്യിലുള്ള ക്യാപിറ്റൽ മുഴുവൻ ഡ്രെയിൻ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് അടുത്ത ട്രൈ ചെയ്യാൻ പറ്റുമോ? വീണ്ടും തോറ്റ് അടുത്ത് ട്രൈ ചെയ്യാൻ പറ്റുമോ? വീണ്ടും തോറ്റ് അടുത്ത് ട്രൈ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എടുത്ത് നോക്കിയോണം. സക്സസ്ഫുൾ ആയിട്ടുള്ള മെജോറിറ്റി 1-2 ആളുകൾ ചക്ക വീണപ്പോൾ മൊയിൽ ചെയ്യാത്ത പോലെ സംഭവിച്ചിട്ടുണ്ടാവും. അതല്ലാത്ത മെജോറിറ്റി ആളുകളും ലൈഫിൽ സക്സസ്ഫുൾ ആളുകൾ അവർ ഫ്രൂഗലായിരിക്കും. അവർ പൈസ സമ്പാദിച്ചിട്ടായിരിക്കും ചിലവ് ചെയ്യുക. അല്ലാതെ ചിലവ് വരും എന്ന് പറഞ്ഞിട്ട് ചിലവാക്കിയ മുഴുവൻ ആളുകളും അപകടത്തിൽ നിന്ന് അപകടത്തിലേക്ക്, ബാധ്യതയിൽ നിന്ന് ബാധ്യതയിലേക്ക് പോയിട്ട് നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് അവരുടെ ജീവിതം ട്രൈ ചെയ്യാൻ പറ്റാതായിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ടാവും. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, ചിലവ് ചുരുക്കി ജീവിക്കണോ അതോ നമുക്ക് നന്നായിട്ട് ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കണോ എന്നാണ് നല്ലതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നന്നായിട്ട് ജീവിക്കുന്നത് തന്നെയാണ്, ലക്ഷറി ആയിട്ട് ജീവിക്കുന്നത് തന്നെയാണ്, വരുമാനം കൂട്ടൽ തന്നെയാണ് നല്ലതിനോടാവും. പക്ഷേ വരുമാനം കൂട്ടിയിട്ടേ ജീവിത സ്റ്റൈല്, ലൈഫിൻ്റെ സ്റ്റാൻഡേർഡ് ഉയർത്താവും. അതുവരെ വരുമാനം കൂട്ടിക്കിട്ടുന്നത് മാത്രമല്ല, അതായത് നമുക്കൊരു ബിസിനസ് ആണെങ്കിൽ അല്ലെങ്കിൽ ജോബാണെങ്കിൽ ഇതിന് 2-3-4 സ്റ്റേജ് ഉണ്ട്. ആ ബിസിനസ് ആണെങ്കിൽ പറയുകയാണെങ്കിൽ ആദ്യം ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ്, ഏത് ബിസിനസ്സിലാണെങ്കിലും അത് നടക്കോ ഇല്ല സ്ട്രഗ്ലിംഗ് സ്റ്റേജ്. അത് കഴിഞ്ഞ് അതൊരു സസ്റ്റൈനബിൾ പൊസിഷനിലേക്ക്, റൈറ്റ്? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു നോ ലോസ് നോ പ്രോഫിറ്റ് എന്നുള്ളൊരു ഏർലി സക്സസ് സ്റ്റേജിലേക്ക് എത്തും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു സക്സസ് സ്റ്റേജിലേക്ക് എത്തും. പിന്നെ ആ ബിസിനസ് ചെയ്യുന്ന കണ്ടുപിടിച്ച ആൾ മാറി നിന്നുകൊണ്ട് സിസ്റ്റത്തിനും മറ്റുള്ള പുതിയ അവിടെ എൻഗേജ് ചെയ്യുന്ന ടീമിനും ചെയ്യാൻ പറ്റുന്ന സംവിധാനം. അപ്പോൾ സ്കെയിലിംഗ് അപ്പ് മോഡലിലേക്ക് എത്തി. ഈ മോഡലിലേക്കൊക്കെ എത്തിയിട്ട് നമ്മൾ ലക്ഷറി ആവുകയും, അല്ലെങ്കിൽ ലക്ഷറി ആവാൻ ഇഷ്ടമില്ലാത്ത ലക്ഷറി ആവണമെന്നില്ല. ബിക്കോസ് ഇഷ്ടമില്ലാത്ത ആൾ, ഇപ്പം ഞാനൊക്കെ ലക്ഷറി ആയി പറഞ്ഞാൽ എനിക്ക് ബേർഡനാവും. അത് എനിക്കിഷ്ടം വളരെ സിമ്പിളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ആ സിംപ്ലിസിറ്റിയിൽ നിന്ന് ഞാൻ മാറിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്തോ ഒരു ടെൻഷനും സ്ട്രെസ്സും വരും. അപ്പോൾ അത് സിമ്പിളായിട്ട് ജീവിക്കാൻ ഇഷ്ടമുള്ളവർ സിമ്പിളിനെ ജീവിക്കുക. ഇനി അല്ല ലക്ഷറി ആഗ്രഹിക്കുന്നവരും വളരെ കെയർഫുൾ ആയിരിക്കണം. ഏർലി സ്റ്റേജിലേക്ക് ലക്ഷറി ആയാൽ നമ്മൾക്ക് ഫെയിൽ ആവാനുള്ള സാധ്യത കൂടും. അപ്പോൾ ലക്ഷറി നമുക്ക് എപ്പോൾ ആവാം? വരുമാനം കൂട്ടിയതിന് ശേഷം, വരുമാനം കൂട്ടി അക്കൗണ്ടിൽ വന്നതിന് ശേഷം ചെലവ് ചെയ്യാം. അതിൻ്റെ സിമ്പിൾ ബ്രാക്കറ്റ് ഞാൻ നേരത്തെ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. വരവിൻ്റെ 50% അകത്ത് ചിലവ് നിർത്തണം. ബാക്കി 50% അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വേണ്ടി മാറ്റണം. ഈ ബേസ് ഇല്ലാതെ ചിലവ് ചുരുക്കുന്നത് തെറ്റാണോ ചോദിച്ചാൽ ചില ആളുകൾക്ക് അത് അനുഭവിച്ചാലേ പടിയുള്ളൂ. അങ്ങനത്തെ ആളുകളുടെ അടുത്ത് ഞങ്ങൾ വാദിക്കാനും ജയിക്കാനൊന്നുമില്ല. ഇതൊരു ഗൈഡ് ലൈനാണ്. പറ്റാവുന്ന ശരിയെന്ന് തോന്നുന്ന ആളുകൾ ഫോളോ ചെയ്യുക. ഇല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ.
ചിലപ്പോൾ കുറേയും കൂടി കഴിഞ്ഞാലേ മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ DNA മനസ്സിലാവുന്ന സമയം എടുക്കും പറഞ്ഞില്ലേ, കുറേ കുറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. ചിലപ്പോഴോ ഇത് ശരിയല്ല തോന്നും, ഞങ്ങൾ നല്ല ചിലവാക്കി ആദ്യം മുതലേ കടം വാങ്ങി ചിലവാക്കി എന്നിട്ട് ഞങ്ങൾ ജീവിതം രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ അങ്ങനെയും പോവാം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകളെയും ബഹുമാനിക്കുന്നു. ഇതൊരു ലൈനാണ്, ഇതൊരു സിസ്റ്റമാണ്. പറ്റാവുന്ന ആളുകൾക്ക് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്യാണ്, ചിലവ് ചുരുക്കി ജീവിക്കുന്നതാണോ അതോ വരുമാനം കൂട്ടുന്നതാണോ നല്ലത് ചോദിച്ചാൽ തീർച്ചയായിട്ടും വരുമാനം കൂട്ടിയതിന് ശേഷം ചിലവ് കൂട്ടുന്നതിൽ വിരോധമില്ല എന്നുള്ളതാണ്. വരുമാനം കൂടുന്നില്ലെങ്കിലോ ചിലവ് ചുരുക്കി എപ്പോഴും ജീവിച്ച് വരുമാനം കൂടുന്നത് വരെ ചിലവ് ചുരുക്കി സ്ട്രഗിൾ ചെയ്ത്, അതായത് ഗോ ഗെറ്റർ ആറ്റിറ്റ്യൂഡിൽ വരുമാനം കൂട്ടുന്നവരെ ചിലവ് ചുരുക്കി ജീവിക്കണമെന്നാണ് അഭിപ്രായം. ക്ലിയർ ആയെന്ന് വിചാരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യും. ഞങ്ങളെ അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഞങ്ങൾക്ക് കൂടുതൽ ചെയ്യാനും കഴിയും. താങ്ക് യു സോ മച്ച്. സുമാർ 10% സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീം ഹോം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞാലേ അതങ്ങോട്ട് വിശ്വാസം വരുന്നില്ല അല്ലേ? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും Alibaba.com ഉള്ള പോലെ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയ കളക്റ്റീവ് വോള്യൂം ഉള്ളതിനാൽ കൺസൾട്ടൻസും വർക്ക് കോൺട്രാക്ടേഴ്സും സപ്ലൈസും ഒക്കെ 5% മുതൽ 50% വരെയും അതിൽ കൂടുതലും ഒക്കെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട്. ആ ഡിസ്കൗണ്ട് നേരിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് തരികയും ടോട്ടൽ പ്രോജക്റ്റ് ഹൗസിംഗ് ലോൺ മുതൽ ഫിനിഷിംഗ് വരെ ഫുള്ളി ട്രാൻസ്പെറന്റ് ആയും സൂപ്പർ എഫിഷ്യന്റ് ആയും ഞങ്ങളുടെ ടീം മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്ന വീട് ക്വാളിറ്റിയോട് കൂടിയിട്ട് 10% സേവ് ചെയ്തുകൊണ്ട് ഐതർ നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പിന്റെ അകത്ത് കൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ അവിടെ നിർമ്മിക്കാം. ദാറ്റ്സ് ഓൾ. ഒരു സമയത്തോടെ എനിക്കൊന്ന് ഹീറ്റായിട്ട് സംസാരിക്കേണ്ടതായിട്ടൊന്നും വന്നിട്ടേ ഇല്ല. നമുക്ക് എന്താണ് വേണ്ടതെന്ന് അവർ മുൻകൂട്ടി തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ബിൽഡേഴ്സ് ചെയ്യുമ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടാണ്, ബഡ്ജറ്റ് ആണെങ്കിലും എല്ലാം കുറഞ്ഞിട്ടാണ് വരുന്നത്. അത് നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഇപ്പം നിങ്ങളുടെ CT ആപ്പിൽ 10% കുറവാണല്ലോ വരുന്നത് എല്ലാത്തിലും. അത് ഒത്തിരി നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ടായിരിക്കും ചിലപ്പം ഈ ബഡ്ജറ്റിൽ എത്തുന്നത്. ഡിസൈൻ നന്നായിരുന്നു, വർക്കും കുഴപ്പമില്ലായിരുന്നു. പ്രോപ്പറായിട്ട് തന്നെ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ഇവിടെ വന്നത് തന്നെ, കാസർഗോഡ് വന്നത് തന്നെ. അതുപോലെ ആദ്യം വീട് കയറ്റുമ്പോൾ നല്ല ടെൻഷൻ, കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് അവിടെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ നമ്മൾ ആദ്യം പോകണം. പിന്നെ അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യം വേണ്ടി വന്നിട്ടില്ല. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് അധികം വന്ന് നോക്കാറില്ല. ഹസ്ബൻഡ് തന്നെയാണ്. ഹസ്ബൻഡിൽ നിന്ന് ഒരു ടെൻഷനും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. ഇനീഷ്യലി നമുക്ക് ഇവിടെ താമസിക്കാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അത് കംപ്ലീറ്റ് ചെയ്ത് വന്ന ഈ ലാസ്റ്റ് ഒരു 15 ഡേയ്സിലാണ് നല്ലൊരു ഔട്ട്കം വന്നപ്പോൾ എന്തായാലും ഇനി ഇവിടെ തന്നെ താമസിക്കാമെന്ന് പ്ലാൻ ചെയ്തു. നമ്മൾ മുംബൈയിൽ നിന്ന് ഒഴിവാക്കി പാലക്കാട് വരാൻ തീരുമാനിച്ചു. താങ്ക്സ് ടു ചാത്തൻകുളം. A fully super efficient digital system that helps clients to build their dream home by saving around 10%. CT Builders app, an innovation of Chathamkulam Group.